ഹലോ എവരിവൺ, വെൽക്കം ടു എക്കണോമെട്രിക്സ് ലെക്ചർ സീരീസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജിയെ പറ്റി പറഞ്ഞിരുന്നു. എക്കണോമെട്രിക്സിന്റെ മെത്തഡോളജിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ സപ്പോസ് നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്ത മോഡൽ y = ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്നാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് y എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളും എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. അതിൽ ആൽഫയും ബീറ്റയുമാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇന്റർപ്രിട്ടേഷന് മുമ്പ് നമ്മുടെ റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ എസ്റ്റിമേറ്റിംഗ് ദ ആവറേജ് വാല്യൂ ഓഫ് വൈ ബൈ ഫിക്സിംഗ് ദ വാല്യൂ ഓഫ് എക്സ് ഓർ റിപ്പീറ്റഡ് സാമ്പിളിംഗ്. നമ്മൾ വൈയുടെ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? എക്സിന്റെ വാല്യൂസ് ഫിക്സഡ് ആക്കിക്കൊണ്ട് വൈയുടെ ഒരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നു. അതാണല്ലോ നമ്മൾ റിഗ്രഷനിൽ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ, അല്ലെങ്കിൽ എക്സിന്റെ എഫക്റ്റ് കംപ്ലീറ്റ്ലി മോഡലിൽ നിന്ന് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ എഫക്റ്റ് കളയുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതാണ് ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ആണ് ആൽഫ. അപ്പൊ ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ എഫക്റ്റ് പൂർണ്ണമായിട്ടും വൈയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആൽഫ. അപ്പം ആൽഫയുടെ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് ദ ചേഞ്ച് ഇൻ വൈ വെൻ ദി വേരിയബിൾ എക്സ് ഈസ് 0. സിമിലർലി ബീറ്റയുടെ ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ ബീറ്റ ഷോസ് ദ യൂണിറ്റ് ചേഞ്ച് ഇൻ വൈ ഫോർ എ 1 യൂണിറ്റ് ചേഞ്ച് ഇൻ എക്സ്. അതായത് നമ്മുടെ എക്സിൽ ഒരു യൂണിറ്റ് ചേഞ്ച് അപ്ലൈ ചെയ്താൽ, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഒരു യൂണിറ്റ് ചേഞ്ച് കൊടുത്താൽ നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ അതനുസരിച്ച് എത്രത്തോളം ചേഞ്ച് ആവുന്നു എന്നുള്ളതാണ് ബീറ്റ കാണിക്കുന്നത്. സോ ആൽഫയുടെയും ബീറ്റയുടെയും ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിനി മൾട്ടിപ്പിൾ റിഗ്രഷൻ വരുമ്പോൾ ഇന്റർപ്രിട്ടേഷന് ചെറിയൊരു വ്യത്യാസം വരും. അത് നമുക്ക് ആ ഒരു സമയത്ത് അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ റിഗ്രഷന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കാം. അപ്പൊ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എക്സ് 0 ആകുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ, അതുപോലെ ബീറ്റ എന്ന് പറയുന്നത് എക്സിൽ ഒരു യൂണിറ്റ് ചേഞ്ച് കൊടുക്കുമ്പോൾ വൈയിൽ ഉണ്ടാകുന്ന ആ ചേഞ്ചിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. സോ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ടെർമിനോളജീസ് പരിചയപ്പെടാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടു, y = ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ കണ്ടു. അതിലെ y ഡിപ്പെൻഡന്റ് വേരിയബിളും എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിളും ആയിട്ട് കണ്ടു. ഈ കൊടുത്തിരിക്കുന്നത് വേരിയസ് ടെർമിനോളജീസ് ആണ്. അതായത് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെയും ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയും പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ടെർമിനോളജീസ് ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. പല എക്കണോമെട്രിക്സിന്റെ ടെക്സ്റ്റിലും പല ഡെഫിനേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പല ടെർമിനോളജീസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ y = ആൽഫ പ്ലസ് ബീറ്റ എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ വൈയെ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും എക്സിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയാം. അത് നമുക്ക് ആദ്യമായിട്ട് അറിയാവുന്നതാണ്. y എന്തുകൊണ്ടാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആകുന്നത്? ബിക്കോസ് അത് എക്സ് മാറുന്നതിനനുസരിച്ച്, എക്സിൽ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് y ചേഞ്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് y ഡിപ്പെൻഡന്റ് വേരിയബിളും എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിളും. കാരണം വൈക്ക് മാറ്റം ഉണ്ടാവുന്നോ ഇല്ലയോ എന്നുള്ളത് എക്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിളും y ഡിപ്പെൻഡന്റ് വേരിയബിൾ ആവുന്നു. അതേപോലെ വൈയുടെ വേറൊരു പേരാണ് എക്സ്പ്ലെയിൻഡ് വേരിയബിൾ. എക്സ്പ്ലെയിൻഡ് വേരിയബിൾ മറ്റേ എക്സിന്റെ മറ്റൊരു പേരാണ് എക്സ്പ്ലനേറ്ററി വേരിയബിൾ. അതായത് ആ എക്സ്പ്ലനേറ്ററി വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ വൈയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ എക്സ്പ്ലെയിൻഡ് വേരിയബിൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ വേറൊരു ടെർമിനോളജിയാണ് പ്രഡിക്റ്റർ, പ്രഡിക്റ്റന്റ്. ഈ പ്രഡിക്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ പ്രഡിക്റ്റന്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. അതുപോലെ റിഗ്രസർ, റിഗ്രസന്റ്. നമ്മൾ വൈ വേരിയബിളിനെ റിഗ്രസന്റ് എന്നും എക്സ് വേരിയബിളിനെ റിഗ്രസർ എന്ന് പറയും. അതേപോലെ റെസ്പോൺസ്, സ്റ്റിമുലസ്. നമ്മൾ എക്സ് വേരിയബിളിനെ സ്റ്റിമുലസും വൈ വേരിയബിളിനെ റെസ്പോൺസ്, നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിന് ഉണ്ടാകുന്ന റെസ്പോൺസ് വൈയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സിമിലർലി എൻഡോജീനസ്, എക്സോജീനസ് എന്നും പറയും. ഔട്ട്കം കോവേരിയറ്റ് എന്നും. കൺട്രോൾ വേരിയബിൾ, അതായത് നമ്മൾ എക്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ വൈ വേരിയബിളിനെ കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് കൺട്രോൾഡ് വേരിയബിൾ എന്നും കൺട്രോൾ വേരിയബിൾ എന്നും പറയും. അപ്പം ഇതൊക്കെയാണ് വേരിയസ് ടെർമിനോളജീസ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.